Alright guys, അപ്പോൾ ഇത് സാംസങ് ഗാലക്സിയുടെ A57 എന്ന് പറയുന്ന മോഡലും ഇത് A37 എന്ന് പറയുന്ന ഒരു മോഡലുമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സാംസങ് രണ്ട് മോഡലാണ്. ഇതാണ് ഈ രണ്ട് ഫോൺ. ഇത് രണ്ടും ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് സാംസങ്ങിൻ്റെ തന്നെ വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് A57ൻ്റെ 8GB 256GB വിലയാണ് ഈ 57,000 രൂപ. ഈ 57,000 രൂപയ്ക്കകത്ത് വരുന്ന ഈ ഫോണിന്റെ സ്പെക്ക് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക. എക്സിനോസിന്റെ 1680 എന്ന് പറയുന്ന 4 നാനോമീറ്ററിന്റെ ഒരു ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലേക്ക് പോയാൽ ഇതിനകത്തൊരു മെയിൻ ക്യാമറ 50 മെഗാ പിക്സലും പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 16 മെഗാ പിക്സലും 5 മെഗാ പിക്സലിന്റെ ഒരു മാക്രോയും. ആ മാക്രോയിലെ ഫോട്ടോയും നമുക്ക് തീരെയും സുഖിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ അല്ല ഇതിനകത്ത് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോയാൽ സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ്, മോശമില്ലാത്ത ഡിസ്പ്ലേ ആണ്, 120 Hz ഡിസ്പ്ലേ ആണ്. പക്ഷേ ബെസൽസ് സൈഡിലെ കുഴപ്പമില്ലെങ്കിൽ പോലും താഴെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ചിഹ്നം വരുന്നുണ്ട്. 5000 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്, 45 wattsന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് ആണ്, നിങ്ങൾക്ക് അറിയാം, അഡാപ്റ്ററും കാര്യങ്ങളും ഒന്നും ബോക്സിൽ വരുന്നതും ഇല്ല. സോ ഇത്രയും സ്പെക്കുകളാണ് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്. ഈ സ്പെക്കുകളുടെ പ്രൈസ് ആണ് 57,000 രൂപ. ഇനി ഇതേണ്ട ഈ ഫോൺ, ഇതാണ് A37. ഈ A37ന്റെ 8GB 128GB മോഡലിന് 42,000 രൂപയും 8GB 256GBക്ക് 47,500 രൂപയും. അപ്പോൾ ഈ രണ്ട് ഫോൺ തമ്മിൽ ഡിസൈനിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ്. ഇതിന്റെ അലൂമിനിയം ബോഡിയും ഇത് പ്ലാസ്റ്റിക് ബോഡി ആണെന്നുള്ളൊരു വ്യത്യാസമാണുള്ളത്. A37 എക്സിനോസിന്റെ 1480 4 നാനോമീറ്ററിന്റെ ഒരു ചിപ്സെറ്റും മെയിൻ ക്യാമറ 50 മെഗാ പിക്സലും അൾട്രാ വൈഡ് ആംഗിൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് 8 മെഗാ പിക്സലായിട്ട് കുറയും, മാക്രോ 5 മെഗാ പിക്സൽ. ഇതിന്റെ രണ്ടിന്റെയും സെൽഫി ക്യാമറ 12 മെഗാ പിക്സൽ. ഇതിലും 5000 mAh ബാറ്ററിയും 45 watts ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അഡാപ്റ്റർ ഒന്നും ബോക്സിൽ വരുന്നില്ല. പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ബെസൽസ് അത്യാവശ്യം കാണാൻ പറ്റും, ചിഹ്നം കുറച്ചുകൂടെ വലുതാണ്. ഇത്രയാണ് നമുക്ക് ഈ ഫോണിനകത്ത് എടുത്ത് പറയാനുള്ള കാര്യം. ഇതിന്റെ പ്രൈസ് ആണ് 128GB മോഡലിന് 42,000 രൂപയും 256GBക്ക് 47,500 രൂപയും. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കാണുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. മറ്റ് സ്മാർട്ട് ഫോണുകളുടെ വെബ്സൈറ്റിൽ കയറി അവരുടെ പ്രൈസ് നിങ്ങൾക്ക് നോക്കാം. ഈ പ്രൈസിന് അവർ കൊടുക്കുന്ന സ്പെക്ക്, ഇപ്പോൾ റാമിന്റെയും സ്റ്റോറേജിന്റെ ഒക്കെ പ്രൈസ് കൂടി നിൽക്കുവാണ്, അതുകൊണ്ട് തന്നെ മിക്ക സ്മാർട്ട് ഫോണിന്റെയും വില കൂടിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സ്പെക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഏറെക്കുറെ ഐഡിയ കാണും. പിന്നെ സാംസങ്ങിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ഡിസ്പ്ലേ അവരുടെയാണ്, സ്റ്റോറേജ് അവരുടെയാണ്, റാം അവരുടെയാണ്. അപ്പോൾ ഒരു പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കേണ്ടി വരുന്ന സാധ്യത അവർക്ക് വളരെ കുറവാണ്. ചിപ്സെറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും എക്സിനോസ് ആണ്, സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫോൺ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നത്? കാരണം ഇത്രയും വാല്യൂ ഫോർ മണി അല്ലാത്തൊരു ഫോൺ നമുക്ക് എങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ രണ്ട് ഫോണിനകത്തും പോസിറ്റീവ്സ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഈ രണ്ട് ഫോണിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, കുഴപ്പമില്ല. സാംസങ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ, 6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. പിന്നെ 1 UI എന്ന് പറയുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഇന്റർഫേസുകൾ ഒന്നാണ്. പിന്നെ വളരെ കുറച്ച് AI ഫീച്ചേഴ്സ്, കാരണം മറ്റ് സീരീസിലൊന്നും കിട്ടുന്ന പോലുള്ള AI ഫീച്ചേഴ്സ് ഇതിനകത്ത് കിട്ടുന്നില്ല. വളരെ ഉള്ളതാണെങ്കിൽ പോലും അത്ര എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ ബിൽഡ് ക്വാളിറ്റി, സാംസങ് എന്നുള്ള ബ്രാൻഡ് വാല്യൂ, പിന്നെ ഈ OS അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റും ഒക്കെ നോക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന മോഡൽസ് ആണ്. അല്ലാത്ത പക്ഷം ഈ ഫോണുകൾ നമ്മൾ എങ്ങനെ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങളൊന്ന് പറയുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ബൈ ബൈ.